ഹലോ ഗൈസ്, ഇത് ചിങ്ങ് 1 വീഡിയോ കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചിങ്ങ് 1 നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇടയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ പോലും രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ച് ഇനി അങ്ങോട്ടേക്കെങ്കിലും നമുക്ക് നല്ല ഒരു ദിവസങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാമല്ലോ. അപ്പോൾ ചിങ്ങ് 1 രാവിലെ ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തലേന്ന് തന്നെ മാവെല്ലാം ഞാൻ അരച്ച് വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം ഇപ്പം സജീഷറിന് ഈ അപകടം പറ്റിയതിന് ശേഷം എല്ലാ പണിയും അങ്ങോട്ടും ഇങ്ങോട്ടും ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല നെയ്യൊക്കെ ഒഴിച്ച നല്ല അടിപൊളി ദോശ കേട്ടോ. അപ്പോൾ അതുപോലെ പച്ചമുളക് ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടിച്ചു വാരി തുടയ്ക്കലും കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ചായേൻ്റെ പരിപാടി നോക്കിയത്. അപ്പോൾ ഇന്ന് അതേപോലെ തന്നെ ഞാൻ വിചാരിച്ച് ഇല്ലെങ്കിൽ സജീഷറിന് ഈ അപകടമൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് വന്നാലും ചിങ്ങ് 1 അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും സജീഷറിനെ രാവിലെ തന്നെ കുളിപ്പിക്കാമെന്നേ. ചൂടുവെള്ളം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് വന്നതിന് ശേഷം കുളിക്കൽ. കാരണം മേല് മൊത്തം അവിടെ ഇവിടെയൊക്കെ വേദനയും മുറിവും കാര്യങ്ങളൊക്കെ ആണല്ലോ. സജീഷേട്ടൻ പിന്നെ ഏത് ടൈമിൽ കുളിക്കാനും റെഡി ആട്ടോ. ശരിക്കും രാവിലെ കുളിക്കുന്നതാണ് കേട്ടോ, ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുന്നേ. അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ചാൽ ശീലം. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഓരോ പണിത്തിരക്കാവുമ്പോൾ ആ ടൈമിൻ്റെ ഇടയ്ക്ക് കൂടെ നീ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നറിയും. എന്നാലും ചായ കഴിഞ്ഞ പാടൊക്കെ ഞാൻ ഡെയിലി കുളിപ്പിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി ഏതായാലും ഞാൻ വിചാരിച്ച് കുളിച്ചിട്ട് ചായ കുടിക്കുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം. ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നിനും ബുദ്ധിമുട്ടിപ്പിക്കാത്ത ഒരാളാണ് കേട്ടോ സജീഷേട്ടൻ. നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് എല്ലാത്തിനും എന്നെ സഹായിക്കലേ ഉള്ളൂ. ഇതിപ്പം തന്നെയും അവരെ കൊണ്ടാവുന്ന രീതിയിൽ മൂപ്പരെല്ലാം ഓരോന്നും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഇതിപ്പം എന്ന് വെച്ചാൽ നനയ്ക്കാനും പറ്റൂല, കൈ ഇളക്കാനും പറ്റൂല. ശരിക്കും ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്. കാരണം ആ ഭാഗം ഭയങ്കര വേദനയാണേ. കാരണം എന്താ വെച്ചാൽ ഈ റോഡിൽ നമ്മൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം തന്നെ ഒരഞ്ഞു കഴിഞ്ഞാലേ തോല് പോയാൽ നല്ല വേദനയായിരിക്കുമല്ലോ. അവിടെയാണെങ്കിൽ ഇങ്ങനെ മരുന്നും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന പോലെയുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സെല്ലാം ഇടുമ്പോൾ ഒരു ടെൻഷനാണ്. കാരണം ഒന്ന് തട്ടിയാലും എന്തായാലും വേദനയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് സജീഷറിന് വേഗം ചായ കൊടുക്കാമെന്ന് വിചാരിച്ച്. കുഞ്ഞും സിദ്ധുവൊക്കെ ഇതിന് ശേഷം നേരത്തെ ഉണർന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയല്ലേ, രാത്രി പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉറക്കം വരും സിദ്ധുവിന്. അപ്പം പിന്നെ ആയിരിക്കും ഏതായാലും രാവിലെ എണീറ്റ് പഠിക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് രണ്ടാളും കുറച്ച് നേരം പഠിക്കും. പിന്നെ ദോശയും ചമ്മന്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ദോശ. ഇവിടെ സ്ഥിരം അധികവും കാണുങ്ങൾ ദോശ തന്നെയായിരിക്കും കേട്ടോ. അപ്പം ചായ കുടിച്ചിട്ട് വേണം നമുക്ക് മരുന്ന് കുടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഇപ്പോൾ സജീഷറിന് ചായ കുടിയും ഗുളിക കൊടുക്കലും അതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അവിടെ ആ മുറിഞ്ഞ ഭാഗത്തൊന്ന് നനഞ്ഞ് തുടക്കണം കേട്ടോ. എന്നിട്ട് മരുന്ന് വെക്കുകയും വേണം. അടുത്തിങ്ങനെ പൂച്ചേനെ പോലെ വന്നിരുന്നതിനെ കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് വേണമെന്ന് വെച്ച്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിശപ്പ് വരികയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വേണമെന്ന് പറഞ്ഞ് വാങ്ങി തിന്നിട്ടുണ്ട്. പിന്നെ സിദ്ധു വന്ന്, സിദ്ധുവിനും അങ്ങനെ തന്നെയാണ്, വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരാളാട്ടോ ഞാനും സിദ്ധുവൊക്കെ. അപ്പോൾ മൂപ്പരും അതേപോലെ തന്നെ വേഗം പല്ലേച്ച് വന്നിട്ട് ഓനങ്ങ് ചായ കുടിച്ചിട്ടുണ്ട്. കുഞ്ഞു പിന്നെ പറഞ്ഞ് ഞാൻ പഠിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞേ. പിന്നെ സജീഷറിന് സമയം ഒരുപാട് ലേറ്റായി. നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കുളിക്കുകയെന്ന് വെച്ചാൽ തന്നെ പരിപാടി നോക്കുകയെന്ന് വെച്ചാൽ തന്നെ ലേറ്റ് ആകുമല്ലോ. അപ്പോൾ ഒരുപാട് വ്യത്യസ്ത കളറുകളിലുള്ള ഗുളികകളാട്ടോ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഉണക്കത്തിൻ്റെയും പിന്നെ കാലിൻ്റെ എല്ലിൻ്റെതും എല്ലാം ഉണ്ട് കേട്ടോ. എല്ല് പൊട്ടിയതിൻ്റെ ആ തള്ളവിരലിൻ്റെ എല്ല് പൊട്ടിയല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പൊതുവേ സജീഷറിനാണ് ഇവിടുത്തെ സാമ്പാർ ഉണ്ടാക്കുന്ന ആൾ. ഇന്നിപ്പം ഞാൻ എൻ്റെ സ്റ്റൈലിലങ്ങ് ഉണ്ടാക്കുകയാണ്. എല്ലാ കഷ്ണവും മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കോവയ്ക്കയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പരിപ്പ് വേവിച്ച് കഷ്ണങ്ങളെല്ലാം അതിലോട്ടിട്ടിട്ട് ഞാൻ മസാലകൾ എല്ലാം ഒരുമിച്ചാക്കിയിട്ട് പിന്നെ ഒരു വിസിലങ്ങോട്ട് അടിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പം കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് വരുമല്ലോ. പക്ഷേ വെണ്ട മാത്രം അങ്ങോട്ട് മാറ്റി വെക്കും. അതിനുശേഷം ഞാൻ വിചാരിച്ച തേങ്ങ വറുത്തരച്ച സാമ്പാറിനോടാണ് സജീഷറിന് ഇവിടെ ഏറ്റവും പ്രിയം. അതുകൊണ്ട് തന്നെ മൂപ്പരുള്ളതിനെ കൊണ്ട് തന്നെ കേട്ടോ. ഇല്ലെങ്കിൽ ഞാനൊരു വറുത്തരയ്ക്കാത്തൊരു സാമ്പാർ ഉണ്ടാക്കലിൻ്റെ ആളാണ് പൊതുവേ.
പക്ഷേ സൈഷറിന് ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ളതിനെ കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും കുറച്ച് തേങ്ങ എടുത്തിട്ട് വറുത്തരയ്ക്കാന്നേ. അല്ലെങ്കിൽ ആകുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ മക്കളൊക്കെ പറയുക ഈ തേങ്ങയൊന്നും വറുത്തരയ്ക്കാത്ത സാമ്പാർ കൂട്ടാൻ അവർക്ക് ഇഷ്ടം എന്നാണ്. പക്ഷേ സൈഷറിന് ഉണ്ടാക്കുകയും കൂട്ടാൻ ഇഷ്ടവും ഇങ്ങനത്തെയുള്ള സാമ്പാറാട്ടോ. അതുകൊണ്ട് തന്നെ കഷ്ണം ഒരു വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുക്കണം. തേങ്ങ വറുക്കുന്നതിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, അതേപോലെ തന്നെ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ. പിന്നെ കുറച്ച് കുരുമുളക് ഇടണം. പക്ഷേ കുരുമുളകിൻ്റെ പൊടിയുള്ളൂ, അതുകൊണ്ട് കുരുമുളകിൻ്റെ പൊടി പിന്നെ ചേർക്കാമെന്ന് വിചാരിച്ച് 2 പച്ചമുളക് ഇട്ടിട്ടാട്ടോ തേങ്ങ വറുത്തത്. തേങ്ങ വറുത്ത് അരച്ച സാമ്പാറിൻ്റെ കൂടെ ഇനി പിന്നെ വേണ്ടത് മീനാണല്ലോ. ഭാഗ്യത്തിന് മീൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കുഞ്ഞും ദേവും കൂടെ ആട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ മീൻ വാങ്ങാൻ ഇവിടെ തന്നെ ഉണ്ട്, നമ്മളടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കുഞ്ഞു വാങ്ങിച്ചു കൊണ്ടുവരും. ബാക്കി സാധനങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞും ദേവും കൂടിയും പോകും കേട്ടോ. ഇനിയിപ്പം നമുക്ക് സിദ്ധുവിനെയും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവരണം. ഓനും ഇനി അത്രയല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഓനിപ്പോൾ ഈ ഒരു എല്ലാം പഠിച്ച് വരുന്നൊരു സമയമാവുന്നുള്ളൂ കേട്ടോ. പക്ഷേ കുഞ്ഞ് എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പിന്നെ ദേവു അതുപോലെ തന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെ ഒരു ആൺകുട്ടിന്നാട്ടോ ദേവ് പറയും ഞാനിവിടുത്തെ ആൺകുട്ടിയാണോ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ. കാരണം എന്ത് കാര്യത്തിനും ഓളെയാണിപ്പം പറഞ്ഞയക്കലേ. എന്ത് അവസ്ഥ വന്നാലും ദേവ് ഒന്ന് പോകുമെന്ന് വെച്ചാൽ ഓള് വേഗം പോകും കേട്ടോ. അപ്പം ഇവിടെ അത് പറഞ്ഞ് നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി സാമ്പാർ പൊടി ഞാനൊന്ന് ചൂടാക്കിയിട്ട് അത് ഈ വെന്ത കഷ്ണത്തിലോട്ടിട്ട് അതേപോലെ കുറച്ച് പുളിയും പിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സാമ്പാറിൻ്റെ തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട്. നല്ല അത്രയും ഭയങ്കരമായിട്ട് വറുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തരച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളെ മക്കൾസ് 2 ആളും കൂടി കേട്ടോ എനിക്കിന്ന് എല്ലാം മടക്കി വെച്ച് തന്നത്. അത് കുഞ്ഞു നല്ല വൃത്തിയിൽ മടക്കും കേട്ടോ കുഞ്ഞു. അതേപോലെ തന്നെ സിദ്ധു അതേപോലെ നോക്കിയിട്ട് എന്താ പറയുക എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഓനും മടക്കാൻ നിന്നിട്ടുണ്ടേ. പിന്നെ ഇതെല്ലാം എടുത്തേണ്ട വെക്കലും കാര്യങ്ങളൊക്കെ ദേവ് ചെയ്ത് അങ്ങനെ കുറേ സഹായങ്ങൾ എൻ്റെ മക്കൾ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മീൻ പൊരിച്ച് നല്ല നമ്മൾ മുള്ളുള്ള സൈസ് മീനില്ലേ, പലതരം എന്ന് പറയും, മണങ്ങ് എന്ന് പറയും. അപ്പോൾ അതായിരുന്നു അപ്പോൾ അത് നല്ലോണം പൊരിച്ച് എന്താ പറയുക നല്ലോണം വറുത്തിട്ടുണ്ട്. കാരണം മക്കൾക്ക് തിന്നുമ്പോൾ മുള്ള് നട്ടുന്നതിന് കേട്ടോ. പിന്നെ ഞാൻ വിളക്കൊക്കെ കഴുകി ഫുഡിൻ്റെ മുന്നേ കഴുകാമെന്ന് വിചാരിച്ച്. മീനൊക്കെ കൂട്ടി കഴിഞ്ഞാൽ തന്നെ പിന്നെ എനിക്കെന്തോ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ മീൻ അതുപോലെ തന്നെ രാവിലെ കുളിക്കുന്നതിന് മുന്നേ എനിക്ക് കുഞ്ഞു രാവിലെ തന്നെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മുറിച്ച് മുളകിട്ട് റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ ഇത് പൊരിച്ചിരിക്കാനുള്ള പരിപാടിയല്ലായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ വിളക്കൊക്കെ കഴുകി വെച്ച് ഇത് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്ന്. ഇപ്പം ദേവ് കഴിച്ചിട്ടില്ല, ദേവ് കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. ഉള്ളതങ്ങനെ തന്നെ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. സജീഷറിന് ഫുഡ് കൊടുത്ത് പിന്നെ ഞാനും മക്കളും കൂടെ തിന്നിട്ടോ. ഇതിപ്പോൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലോണം പൊരിഞ്ഞ മീനാണ് 2 ആൾക്കും വേണ്ട കേട്ടോ. അപ്പോൾ ഓന് പൊരിഞ്ഞത് കൊടുത്തമ്മ എനിക്ക് കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതിയുള്ളതിനെ കൊണ്ട് ഏറ്റവും പൊരിഞ്ഞ മീൻ നോക്കി നടക്കുക കേട്ടോ. കാരണം ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല മുള്ളുള്ള മണുങ്ങാണേ. അതുകൊണ്ട് തന്നെ പിന്നെ സാമ്പാറും പൊരിച്ച മീനുമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ തൈര് ഉണ്ടായിട്ടുണ്ടായിരുന്നു. തൈര് പിന്നെ മക്കൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സാമ്പാറുള്ളതിനെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.